നമസ്കാരം. ഗൂഗിൾ ഫോംസ് എങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താൽ ഇവിടെ ഈ ഗൂഗിൾ ആപ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ ഫോംസ് സെലക്ട് ചെയ്യുന്നു. ഈ ഫോംസ് ഗൂഗിൾ ഡ്രൈവിൽ ചെന്ന് നമുക്ക് എടുക്കാം. ഗൂഗിൾ ഡ്രൈവിനെ പറ്റി ഒരു പ്രത്യേക വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോടൊപ്പം ചേർക്കുന്നതാണ്. അപ്പോൾ ഈ ഫോംസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേയേറെ ടെംപ്ലേറ്റ്സുകളുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയണമെന്നെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, റിമൂവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ബ്ലാങ്ക് ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലാങ്ക് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു ബിസിനസ് ഓർഡർ കളക്ട് ചെയ്യാൻ എങ്ങനെ ഗൂഗിൾ ഫോം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പക്ഷേ അധ്യാപകർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനോ ക്വിസ് തയ്യാറാക്കാനോ ഒക്കെ സെയിം വേ തന്നെയാണ്, സെയിം ടൂൾസ് തന്നെയാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ അറിയാത്ത ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഞാനിതൊരു ഓർഡർ ഫോം ആയതുകൊണ്ട് ഞാനിതിൻ്റെ ഓർഡർ ഫോം എന്ന് പേര് കൊടുക്കുകയാണ്. ഓർഡർ ഫോം എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഈ ഓർഡർ ഫോമിനെ പറ്റി എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ചേർക്കാം. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ആ ടൈറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ വേറെ വഴിയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെയിമിൻ്റെ പേരൊക്കെ ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഫെയിമിൻ്റെ പേരൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ് ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഡേറ്റ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. 30/10 എന്തെങ്കിലും 2020 കൊടുക്കുക. ഏത് ഡേറ്റാണ് ഈ ഫോം എന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ഡേറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത് വല്ലതും വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളുടെ താല്പര്യം. നമുക്ക് ആ ഫോമിനെ പറ്റി പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓർഡർ ഫോം എടുക്കും. നമ്മളിവിടെ ഒരു ടൈറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുന്നത് പിന്നീട് കാണിച്ചു തരും. അപ്പം ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ കസ്റ്റമറുടെ പേര് വേണം. അത് ഒരു ബൾക്ക് ഓർഡർ കളക്ട് ചെയ്യുകയാണെങ്കിലും ഇൻഡിവിജ്വൽ ഓർഡർ കളക്ട് ചെയ്യുകയാണെങ്കിലും കസ്റ്റമറുടെ പേര് വേണം. അപ്പം നമ്മളിവിടെ നെയിം ഓഫ് ദ കസ്റ്റമർ എന്ന് കൊടുക്കുക. അല്ല, ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ പേരാണെങ്കിൽ നെയിം ഓഫ് ദ കസ്റ്റമർ എന്ന് വേണേൽ കൊടുക്കാം. നെയിം ഓഫ് ദ കസ്റ്റമർ എന്ന് കൊടുക്കാം. പേര് കൊടുക്കുക, ഇൻഡിവിജ്വൽ ആണെങ്കിൽ. അപ്പോൾ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഞാൻ ഇവിടുന്നൊരു ഷോർട്ട് ആൻസറാണ്. ഒരാളുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നെയിം ഓഫ് ദ കസ്റ്റമർ കൊടുക്കുന്നു. അടുത്ത ഒരു ഫീൽഡ് ആഡ് ചെയ്യുകയാണ്. അവിടെ ഞാൻ കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ്. അഡ്രസ്സ് കൊടുക്കുന്നു. അഡ്രസ്സിൽ പാരഗ്രാഫാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വന്നു. അഡ്രസ്സ് ആയതുകൊണ്ട് പാരഗ്രാഫ് എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പാരഗ്രാഫ് എന്നൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്ത വരുന്നു. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ വേണം. അപ്പോൾ ഇത് ഈ പറയുന്ന പേരും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ മാൻഡേറ്ററിയാണ്. ഇത് അത്യാവശ്യമായിട്ട് അവർ എൻട്രി ചെയ്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം റിക്വയർഡ് ആക്കി വെക്കണം. നേരത്തെ കേസിൽ ഞാനത് ചെയ്തില്ല. ഇതും റിക്വയർഡാണ്. ഈ കസ്റ്റമർ നെയിമും റിക്വയർഡാണ്. നമ്മൾ ഇത്രയും ചെയ്തു. ഫോൺ നമ്പരും കൊടുത്തു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ പ്രോഡക്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടുത്തണം. എന്നിട്ട് ഓർഡർ കളക്ട് ചെയ്യണം. അപ്പം ഞാൻ അതിന് ചെയ്യാൻ പോകുന്നത് സെലക്ട് ദ പ്രോഡക്റ്റ് എന്നാണ്. സെലക്ട് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഞാനിതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഓപ്ഷൻ 1 കൊടുക്കുന്നു. അതിനകത്ത് വന്ന് എനിക്ക് ഈ ആൾക്കാർക്ക് പടം കണ്ടിട്ട് വേണം ഇത് ചൂസ് ചെയ്യാമെങ്കിൽ ആ പടം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പടം നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കേസ് ഞാനൊരു നേഴ്സറിയാണെന്ന് വിചാരിച്ചുള്ളട്ടെ. അവർ കുറച്ച് പ്ലാന്റുകൾ സെയിൽ ചെയ്യണം. അപ്പോൾ അവരുടെ പ്ലാന്റുകളാണ് ഇവിടെ പ്രോഡക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചേർക്കണം. അടുത്ത ഓപ്ഷന് ഈ ഓപ്ഷന് ഞാൻ പ്ലാന്റ് 1 എന്ന് കൊടുക്കുകയാണ്. പ്ലാന്റിൻ്റെ പേരാണ് വിചാരിച്ചു, പ്ലാന്റ് 1 എന്ന് കൊടുക്കുകയാണ്. പ്ലാന്റ് 1. അടുത്തത് ഓപ്ഷൻ 2, പ്ലാന്റ് 2.
ഈ പ്ലാന്റ് 2 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നു. പ്ലാന്റ് 2. അടുത്ത പ്ലാന്റ് 3. പ്ലാന്റ് 3 കൊടുക്കുന്നു. അവിടുന്ന് പ്ലാന്റ് 3 ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലാന്റ് 3 ഓപ്പൺ ചെയ്തു. പ്ലാന്റ് 3 ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് 3 പ്ലാന്റുമായി. അപ്പോൾ ഇനി വേണ്ടത് ഇത് ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ്. ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് ക്വാണ്ടിറ്റി ഓർഡേഡ് പ്ലാന്റ് 1. പ്ലാന്റ് 1ൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളതാണ് പ്ലാന്റ് 1. ക്വാണ്ടിറ്റി ഓർഡർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തത് പ്ലാന്റ് 1. അപ്പോൾ അത് ഷോർട്ട് ആൻസർ ഇട്ടാൽ മതി, അവർക്ക് എത്ര എണ്ണം എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാം. അടുത്ത ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെ ക്വാണ്ടിറ്റി ഓർഡേഡ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഷോർട്ട് ആൻസർ ആണ്. ക്വാണ്ടിറ്റി ഓർഡേഡ് പ്ലാന്റ് 2 ആണിത്. പ്ലാന്റ് 1 അല്ല, പ്ലാന്റ് 2 ആണ്. ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ കൊടുക്കുന്നു. ക്വാണ്ടിറ്റി ഓർഡേഡ് പ്ലാന്റ് 3. 3 കൊടുത്തു. ഇതും ഷോർട്ട് ആൻസർ ആണ്. ഇനി ഞാൻ കൊടുക്കുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കൊടുക്കണം. അപ്പോൾ അത് മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് എനിക്ക് ഇവിടുന്ന് കൊടുക്കേണ്ടത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി. രണ്ടാമത്തേത് ക്യാഷ് ഓൺ ഡെലിവറി. രണ്ടാമത്തെ ഗൂഗിൾ പേ ആയിക്കോട്ടെ. ഗൂഗിൾ പേ. അക്കൗണ്ട് ട്രാൻസ്ഫർ. മൂന്നാമത്തെ അക്കൗണ്ട് ട്രാൻസ്ഫർ. അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരിക. അക്കൗണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ 3 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. മണി. അപ്പോൾ ഇത് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചൂസ് ചെയ്തു. ഇനി അവസാനമായിട്ട് നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ കമൻറ്റ് കൊടുക്കാം. കസ്റ്റമർ കമൻറ്റ്സ്. ഇത് നമ്മൾ പാരഗ്രാഫാണ് കൊടുക്കുന്നത്. പാരഗ്രാഫ് കസ്റ്റമർ കമൻറ്റ്. നമ്മുടെ ഫോം ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോമിന് നമുക്ക് കളറൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ കളറായി ഇവിടെ വന്നേക്കുന്നത്, അത് വേറെ കളർ കൊടുക്കാം. വേറെ കളർ കൊടുക്കും. പല കളറുകളുണ്ട്. ആ കളറ് ഏത് വേണമെങ്കിലും കൊടുക്കും. കളർ മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ചൂസ് ഇമേജ് എന്ന് പറയുന്നുണ്ട്. ഈ ചൂസ് ഇമേജിൽ നിന്ന് നമുക്ക് ഇവിടെ ചൂസ് ഇമേജ് എന്ന് പറയുന്നതിൽ ഇവിടെ വന്നിട്ട് അപ്ലോഡ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇതിനൊരു ഹെഡ് കൊടുക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേരൊക്കെ വന്നെങ്കിൽ നമുക്കത് ആ ടൈറ്റിൽ കൊടുക്കാം. ഹെഡറിൽ കൊടുക്കാം. അപ്പോൾ ഈ ഹെഡർ അവിടെ വരും. അപ്പോൾ നമുക്ക് ഹെഡർ വന്നു. അപ്പോൾ നമ്മുടെ ആ ഹെഡറും കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാം. ഈ എഴുതിയിരിക്കുന്ന ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാം. അല്ലെങ്കിൽ തിരിച്ച് ബേസിക്കാനും ആക്കാം. ഇത് മാറ്റാം. പിന്നെ ഉള്ള നമ്മൾ ചെയ്തത് അൺഡു ചെയ്യാം, റീഡു ചെയ്യാം. ചെയ്തൊന്നുകൂടെ ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രിവ്യൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാൻ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അനാവശ്യമായിട്ടൊന്നും കയറി വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിങ്സിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് റെസ്പോൺസാണ്. ഈ റെസ്പോൺസ് സെൻഡ് റെസ്പോണ്ടൻസ് എ കോപ്പി ഓഫ് ദ റെസ്പോൺസ്. ഈ റെസ്പോണ്ടൻ്റ് ഇമെയിൽ ഐ ഡി തരുവാണെങ്കിൽ, ഇമെയിൽ ഐ ഡി നമുക്ക് നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇമെയിൽ ഇടുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ നമ്മളൊരു റെസ്പോൺസ് കൊടുക്കാം. പക്ഷെ അന്നേരം
ഇമെയിൽ അഡ്രസ്സ് വേണം. കളക്ട് ഇമെയിൽ അഡ്രസ്സ് വേണം. കളക്ട് ഇമെയിൽ അഡ്രസ്സ് ഓൺ ആക്കിയിട്ട് ഇത് ഓൾവേസ് അലവൻ റിക്വസ്റ്റഡ് അങ്ങനെ ആക്കി കൊടുക്കാം റെസ്പോൺസസ്. പിന്നെ അലോ റെസ്പോൺസ് എഡിറ്റിംഗ്, അതായത് നമ്മളുടെ റെസ്പോൺസിനെ ഒരിക്കൽ തന്നു കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് ചെയ്യാൻ അവർക്ക് ചെയ്യണമെങ്കിൽ, അവർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് ഓപ്പൺ ആക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു വട്ടമേ അവർക്ക് ഒരു വട്ടം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടമേ ഒരു ഫോമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് വൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഐ ഡിയിൽ നിന്ന് ഒരു വട്ടമേ, ഒരാൾ ഒരു വട്ടം ചെയ്താൽ അത് ചെയ്യാൻ, അയാൾ എങ്ങനെയാണോ ലോഗിൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് അയാൾക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വട്ടമേ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വൺ റെസ്പോൺസ് ആക്കി ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര റെസ്പോൺസ് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഇത് കൂടാതെ ഇനി അടുത്ത റെസ്പോൺസ് ആണ്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തതിന് ശേഷമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്ത് അയക്കാം. ഇവിടെ നിന്ന് ഇത് HTML പേസ്റ്റ് ചെയ്യാനാണ്, സൈറ്റ് വല്ലതും പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഇതെടുക്കാം. ഇവിടുന്ന് ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മെയിൽ അയക്കാം. ഇവിടെ മെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു മെയിലിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഇമെയിൽ ID കൊടുത്തു, എന്നിട്ട് സെൻഡ് കൊടുത്തു. അപ്പോൾ അതവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയി ആ ഇമെയിൽ എടുക്കണം. ഇമെയിൽ എടുക്കണമെങ്കിൽ ജിമെയിലിൽ കയറണം. ഞാൻ ജിമെയിൽ കയറുമ്പോൾ ഞാൻ ആ ഇമെയിൽ ID മാറണം. ഞാൻ അയച്ച ഇമെയിൽ ID മാറിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓർഡർ ഫോം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വന്നിട്ടുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ. അപ്പോൾ അതിൽ ഫിൽ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത ഫോമിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. അത് വന്നു. പിന്നെ നെയിം ഓഫ് ദ കസ്റ്റമർ, അല്ല ഇനി സ്ഥാപനത്തിൻ്റെ പേരാണ് അത് കൊടുക്കാം. അഡ്രസ്, കൊടുത്തു. ഇതിൽ നിന്ന് ഞാൻ ഒന്നാമത്തെ പ്ലാന്റാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ക്വാണ്ടിറ്റി ഓർഡർ അതൊരു 5 ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ഇതിനകത്തുനിന്ന് ഗൂഗിൾ പേ കൊടുക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കും. ഇനി ഒരു റെസ്പോൺസ് കൂടെ എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, മറ്റേ ഒറ്റ റെസ്പോൺസേ കൊടുക്കാൻ ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇമെയിൽ ID ഇവിടെ കൊടുക്കുവാണ്. അഡ്രസ് കൊടുക്കുന്നു. ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഇവിടെ ഞാൻ മൂന്നാമത്തെ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നുള്ളത് 9 കൊടുക്കുന്നു. ഒന്നാമത്തേതാണ്, അല്ല അവസാനത്തേതാണ് ചൂസ് ചെയ്തത്. അപ്പം അവസാനത്തേത് 9 കൊടുക്കുന്നു. എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് വിടുന്ന അക്കൗണ്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നു. എന്നിട്ട് കമൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, സബ്മിറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ തിരിച്ച് എൻ്റെ ഗൂഗിൾ ഫോമിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ റെസ്പോൺസ് 2 ആയി. അപ്പോൾ ഇവിടെ 2 റെസ്പോൺസ്, ഒരു ഇൻഫോ ഫണ്ട് സേതു എന്നാണ് അഡ്രസ്സുണ്ട്, വീണ്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇമെയിൽ ID ഇൻഫോ ഫോണാണ്, 2 വിട്ടും ഇൻഫോ ഫോണിൻ്റെയാണ്. ഇനി എനിക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്, ഇവിടുന്ന് ഇതിനെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ, അതായത് ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എക്സലിലേക്കൊക്കെ പിന്നീട് തന്നെ അവിടുന്ന് മാറ്റാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ റെസ്പോൺസ് എല്ലാം ഡയറക്റ്റ്ലി സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറി കിട്ടി. ഏത് ഡേറ്റിലാണ് എല്ലാം ഇതിനകത്ത് കിട്ടി. ഇതിനി എനിക്ക് ഈ ഓർഡർ വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി. സാധനം അയച്ചു കൊടുത്താൽ മാത്രം മതി. പ്രിൻ്റ് കൊടുക്കുവാണ്, പ്രിൻ്റ് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ഫയലിൽ നിന്ന് ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡ് എടുത്ത് മൈക്രോസോഫ്റ്റ് എക്സലിലേക്കോ ഒക്കെ മാറ്റാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ഫോംസിനെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. നമസ്കാരം.